ഹായ്. +1 അലോട്ട്മെന്റിൽ 2 ജില്ലകളിൽ അപേക്ഷിച്ച കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും. രണ്ടിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യുക, രണ്ടിലും അഡ്മിഷൻ എടുക്കാൻ കഴിയുമെന്ന സംശയം. അപ്പോൾ ഇല്ല എന്നാണ് ഉത്തരം. ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും രണ്ടിലും അഡ്മിഷൻ കൊടുത്ത വ്യക്തിയാണ് ഞാൻ എന്നിരിക്കട്ടെ. അപ്പോൾ എനിക്ക് പാലക്കാട് ജില്ലയിൽ ഓപ്ഷൻ കിട്ടി, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റുകളിലേക്ക് തന്നെ പാലക്കാട് ജില്ല ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് പോകും. പിന്നെ മലപ്പുറം ജില്ലയിൽ മാത്രമേ എന്നെ പരിഗണിക്കുള്ളൂ. ഇനി പാലക്കാട് ജില്ലയിൽ ടെമ്പററി അഡ്മിഷൻ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഒരു 4ാമത്തെ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. മലപ്പുറം ജില്ലയിൽ നമുക്ക് അതുപോലെ തന്നെ 4ാമത്തെ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. രണ്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ പോലും നമ്മൾ ഒരു സ്കൂളിൽ, ഒരു ജില്ലയിൽ ഒരു സ്കൂൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി പാലക്കാട് ജില്ലയിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ, അതായത് 4ാമത്തെ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത മറ്റേതെങ്കിലും ഓപ്ഷൻ കിട്ടി. മലപ്പുറം ജില്ലയിൽ യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ പാലക്കാട് എടുക്കുകയും അടുത്ത അലോട്ട്മെന്റിലേക്ക് വേണ്ടി മലപ്പുറം ജില്ല അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു ജില്ല നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി 2 ജില്ലകളിലും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ അടുത്ത അലോട്ട്മെന്റിനായിട്ട് 2 ജില്ലകളിലെ അലോട്ട്മെന്റിനായിട്ട് കാത്തിരിക്കാം. പക്ഷേ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ സ്കൂൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ CC, TC സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമ്മൾ ഹാജരാക്കണം. അപ്പോൾ 2 സ്കൂളിൽ ചേരാൻ കഴിയില്ല എന്നുള്ള വ്യക്തമാണല്ലോ. അപ്പോൾ നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കും.